ഹലോ ഗൈസ്, ഞങ്ങൾ ഇവിടെ അത്തപ്പൂക്കളം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഹിരൺമയി ശിവ. ഇവിടെ ഒരുപാട് പൂവെല്ലാം പിച്ചിപ്പറിച്ചിരിക്കുകയാണ്. ഹിരൺമയി ശിവ ഇതാണ് ഞങ്ങളുടെ പൂക്കളുടെ ശേഖരണമാണ്. ഇത് വളരെ നല്ല ഒരു ശേഖരണമാണ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ പോപ്പി എന്ന ആൾ. ഇതാണ് പോപ്പി കെ നായർ എന്നാണ് മുഴുവൻ പേര്. പോപ്പി കെ നായർ വളരെ വികൃതി കാണിക്കുന്ന ഒരു പട്ടിക്കുട്ടിയാണ്. ഇത് ഹിരൺമയി ശിവ ചൊറിയുകയാണ്. എന്തോ കടിച്ചെന്ന് തോന്നുന്നു. പൂവ് എന്നാക്കുന്നതിനിടയ്ക്ക് എന്തോ പുഴു വല്ലതോ കയറി കടിച്ചെന്നാണ് തോന്നുന്നത്. ഇനി അത് കുളിക്കാഞ്ഞിട്ടാണോ ഒന്നും അറിയില്ല. ബട്ട് ഞങ്ങൾക്ക് കുറച്ച് ചൊറിയുന്നുണ്ട്, കുഴപ്പമില്ല. ഞങ്ങൾ കുറച്ച് നേരം ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഓക്കെ ആക്കുന്നതാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൂക്കളെല്ലാം ഇങ്ങനെ പിച്ചിപ്പറിച്ച് നാശകോശമാക്കിയിട്ട് നമ്മൾ വലിയ ഒരു മെണ്ടൻ പൂക്കളിട്ടാണ് നമ്മൾ നാശകോശം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇതാണല്ലോ. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിരൺമയി ശിവ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ പൂക്കളൊക്കെ നമ്മളെ ഇങ്ങനെ പിച്ചിപ്പറിക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റഡ് ആണ് ആള്. ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഈ പൂക്കളെല്ലാം ഞങ്ങൾ ഇതേപോലെ പിച്ചിപ്പറിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് വലിയൊരു പൂക്കളം, നല്ലൊരു പൂക്കളം തന്നെ ഇടും. മുറി പറ്റിയിട്ടുണ്ട്. ഹിരൺമയി ശിവയ്ക്ക് ചെറുതായിട്ട് മുറി പറ്റിയിട്ടുണ്ട്. അമ്മ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ട് കൈ ചീനച്ചട്ടിയിൽ ഒന്ന് ടച്ച് ചെയ്ത് പോയതാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് പൊള്ളിയിട്ടുണ്ട്. ബട്ട് അപ്പം ഞങ്ങൾക്ക് അതെല്ലാം മാറിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഞങ്ങൾ വളരെ നല്ല ഒരു കുട്ടിയായിട്ട് ഒതുക്കത്തിൽ ജീവിക്കുന്ന ഒരു നല്ല കുട്ടിയായിട്ടാണ് ഇപ്പം ഞങ്ങൾ നടക്കുന്നത്. ചൊറി ഞങ്ങൾക്ക് മാറുന്നില്ല, പുഴു തന്നെയാണെന്നാണ് തോന്നുന്നത്. നല്ല ഉണ്ടൻ പുഴു തന്നെ. ഞാൻ നേരത്തെ ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കറുത്ത പുഴു. നല്ല ചൊറിയൻ പുഴു ആയിരുന്നു കേട്ടോ. അത് കടിച്ചു തന്നെയാണെന്നാണ് തോന്നുന്നത്. ബട്ട് കുഴപ്പമൊന്നുമില്ല ആൾ കുറച്ച് നേരം ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് പോകുന്നതാണ് ഗൈസ്. നമ്മുടെ പോപ്പിക്ക് നട്ടപ്രാന്ത പിടിച്ചിട്ട് ചിരട്ടയെല്ലാം കടിച്ച് മുറിച്ചങ്ങ് തിന്നുവാന്നേ. അതാ കണ്ടില്ലേ, അവിടെ പേപ്പറിൽ കിടന്നിട്ട് അവനൊരു ചിരട്ട കിട്ടിയിട്ടുണ്ട്. രാവിലെ തൊട്ട് ചിരട്ടയുടെ പിറകെയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പം അവനും പൂക്കളം ഇടാൻ കൊടുക്കുന്നതാണ് ഗൈസ്. അപ്പം നമുക്ക് പൂക്കളം ഇട്ടിട്ട് കാണാം. ബായ് പറയൂ, ബായ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഹാപ്പി ഓണം ഗൈസ്.